എന്താമേ, എല്ലാവരും നന്നായിട്ട് എക്സർസൈസ് ചെയ്യുന്നുണ്ടോ? ഓ സൂപ്പർ. ചെയ്തില്ലേ വെറുതെ വിടുവോ? 1 2 3 4 5 6 എല്ലാവരും ശരിയായി ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരുത്തി മാത്രം നീ ഇല്ലാത്തപ്പോ എല്ലാ ജിം മാസ്റ്റേഴ്സിനെയും കയ്യിലെടുത്തിട്ട് അമ്മാനാടുവാടാ. ഏയ് താര, ഗുഡ് മോർണിംഗ് അങ്കിൾ. എന്താ അങ്ങനെ ചെയ്യുന്നേ? ഞാനൊന്നും ചെയ്തില്ലല്ലോ. നീ ബാക്കിയുള്ളവർക്കൊരു ഉദാഹരണമായിരിക്കണം. മറ്റുള്ളവരെ വഴിതെറ്റിക്കരുത്. മര്യാദയ്ക്ക് എക്സർസൈസ് ചെയ്യണം. ഓക്കെ അങ്കിൾ. ഞാൻ പോയതിനു ശേഷം സോറി. എന്താ പ്രശ്നമില്ലെന്ന് പറയാൻ വന്നതാ. ഓ, റാസ്കൽ, കൈ നീട്ടിയപ്പോ നിന്റെ വായിലെന്തായിരുന്നു? പറഞ്ഞുകൂടായിരുന്നു പാല് കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. ഇഡിയറ്റ്. സാർ, എന്താ? അപ്പൊ സാറ് മെല്ലെ തുടച്ചതോ? എന്റെ കയ്യിൽ പാലാവില്ലേ, അതുകൊണ്ടാ. അത് ശരി. ഡാ, ശരിക്ക് കിട്ടിയോ? അടുത്തത് അവൾക്കാ കിട്ടാൻ പോണത്. ഇതാരെന്നെ ഇടിച്ചത്? എരുമ പോലെ ഇടിയും കഴിഞ്ഞിട്ട് മിണ്ടാതെ പോകണം. പുറമ്പോ ഞാൻ മലയാളത്തിൽ പറഞ്ഞ ഇവന് മനസ്സിലായി. അയ്യോ, അവന്റെ നോട്ടും ശരിയല്ല. കൽക്കട്ട ഇടി അങ്ങനെ ഇരിക്കുവോ ആവോ. അയ്യോ, രക്ഷപ്പെട്ടു. പുറമ്പോക്ക് എന്ന് വെച്ചാ, പുറം എന്ന് പറഞ്ഞാൽ ബാക്ക്, പോക്ക എന്ന് വെച്ചാൽ ലൂസ് മോഷൻ. യു ഹിറ്റ് മീ, അർജന്റ് ലൂസ് മോഷൻ. ചേട്ടാ, അങ്ങ് എവിടുന്നാ? വാട്ട് ദിസ് നോൺസെൻസ്? ചേട്ടാ, മലയാള പണ്ഡിത, കൽക്കട്ടയില് മലയാളികളെ കാണുന്നതേ ചുരുക്കം. അതും താങ്കളെ പോലൊരു പണ്ഡിതനെ കണ്ടത് വളരെ വലിയ കാര്യം. പുറമ്പോക്കെന്ന വാക്കിന് എത്ര വലിയ അർത്ഥം, എത്ര വ്യക്തതയോടെ. അയ്യോ, ഇത്ര വേഗം മനസ്സിലാക്കിയോ? അല്ല, നിങ്ങളും മലയാളിയാ? പിന്നെ ഇത്ര നേരം ഇംഗ്ലീഷാണ് സംസാരിച്ചത്? അതല്ല, ഞാൻ നിങ്ങളൊരു ഹിന്ദിക്കാരനാണെന്ന് വിചാരിച്ചു. പേടിച്ചു. ഇവിടെ ഉണ്ട്. മലയാളിയാണെന്ന് മനസ്സിലായി. ശരി, നിങ്ങളെന്താ ഇവിടെ? അതൊന്നും പറയണ്ട. എന്റെ അളിയ നാട്ടിൽ നിന്ന് വന്നെന്ന് പറഞ്ഞു. അവൻ ഞാൻ വന്നളിയാ ഒരു ബ്രിഡ്ജിന്റെ അടുത്ത് നിൽക്കുവാന്ന് പറഞ്ഞു. ആ ബ്രിഡ്ജിന്റെ പേരെന്താന്ന് ഞാൻ ചോദിച്ചു. അതെന്താ ഔരാന്നോ ഹൗരാന്നോ ഏതാണോ പറഞ്ഞു. ഹൗറ ബ്രിഡ്ജോ? അതവൻ ടെലിഫോണിൽ കൂടെ പറഞ്ഞ ആദ്യം എവിടെയത്? എന്താ, കളിയാക്കലൊന്നും വേണ്ട. ഞാനെന്തിനാ നിങ്ങളെ കളിയാക്കുന്നത്? പിന്നെ ഹൗറ ബ്രിഡ്ജ് ചെയ്യുന്നുണ്ട്. ഹൗറ ബ്രിഡ്ജ് എവിടെയെന്ന് വെച്ചാ പിന്നെ ഞാൻ എന്താ വിചാരിക്കേണ്ടത്? അത് ഞാൻ അറിഞ്ഞില്ലല്ലോ. ദൈവമേ ദൈവമേ, നമ്മുടെ നാട്ടിൽ ഈ ഹൗറ ബ്രിഡ്ജ് കാണിച്ചെന്നായിരുന്നല്ലേ ഞാൻ നിങ്ങൾക്കൊരു ചെറിയ അമ്പലം പടുത്ത് തന്നേനെ. അതിന് നാട്ടിലെവിടെ ഹൗറ ബ്രിഡ്ജ്? ഓ, അത് ശരിയാണല്ലോ. ഇനി പളീനെ നോക്കാം, അത് നല്ലത്. അളിയാ അളിയാ, നിങ്ങൾ വല്ല ടെൻഷൻ ആയിരിക്കുന്നു. വാ, ചായ കുടിക്കാൻ പോവാ. ദോ ചായ ദേ. അതെ, ഏയ് കാശ് ഞാൻ കൊടുക്കാം. മസാലപ്പാൽ ഓർഡർ ചെയ്തു. ഓ, അത് ശരി. ദോ ജിഗ്രിതെന്താ ദൂത്. ദൂത് എന്നാ പാല്, ജിഗ്രിതെന്താ ദൂത് എന്ന് പറഞ്ഞാൽ മസാല പാലെന്ന് അർത്ഥം. അപ്പൊ ഞാൻ പറഞ്ഞു തന്നെയാണല്ലോ. ആ, അതല്ലേ പറയാൻ പറ്റൂ. ഓ, ഇതാണോ അത്? ഇതെന്താ ഒറ്റ വലി കുടിച്ചാ? അതൊന്നുമില്ല, നല്ല രുചിയല്ലേ. വായി വെച്ച വടിക്കട്ടെ. ശരി, എന്നാ ഒന്നുകൂടെ കൊടുക്ക്. വേണ്ട വേണ്ട. അയ്യോ, അങ്ങനെയൊന്നുമില്ല. ഇഷ്ടം പോലെ പറഞ്ഞു, ഞാൻ കുടിക്കാം. അതെ, നമ്മുടെ പേരെന്താ? ബാനർജി. ബാനർജി? അത് നമ്മുടെ നാട്ടിലെ പേരല്ലല്ലോ. കറക്റ്റ്. എന്റെ ഒറിജിനൽ പേര് കുട്ടൻ. അയ്യോ, സിനിമ ബാനർ കെട്ടുന്ന കാരണം ബാനര കുട്ടാന്ന് വിളിക്കാൻ തുടങ്ങി. അതെനിക്ക് അശേഷം ഇഷ്ടമല്ല. ഉടനെ എന്ത് ചെയ്തു? ശിവാജി, നെഹ്റുജി, നേതാജി എന്നൊക്കെ പറയില്ലേ, അതിന്നൊരു ജി എടുത്ത് ബാനറിന്റെ കൂടെ ചേർത്തു. അന്ന് മുതൽ ഇന്ന് വരെ ബാനർജി എന്ന എന്റെ പേര്. ഓഹോ, കൽക്കട്ടയില് ബാനർജി ഭയങ്കര ഫേമസാ. ഞാൻ വേൾഡ് മുഴുവൻ ഫേമസ്. ഏയ്, ഒന്നുകൂടി എടുക്കടാ. എന്താ ചേട്ടൻ ചോദിക്കുന്നേ? ഇനി മുതൽ ഞാനേ ചോദിക്കൂ. വൺ മോർ. ദൂത്, ജിഗിരി. നല്ലവണ്ണം കുടിച്ചല്ലേ? ഈ ജിഗിരി സൂപ്പർ. അതെയോ? ഒഴുകി പോകുമ്പോൾ അങ്ങനെയാ? ഇതെന്താ കട കൊണ്ടുപോകുന്നത്? അത് അവന്റെ കടയല്ലേ, കൊണ്ടുപോക്കോട്ടെ. ടാറ്റാ. ഇതെന്താ ഒരു ടാറ്റ കാണിക്കുന്നത്? ക്രിക്കറ്റ് മാച്ച് നടക്കും ചേട്ടാ. അളിയും വന്നില്ലേ? ഇപ്പൊ വരും. വരണം. വരുന്നേ. വരണം. ആ, എനിക്ക്
എനിക്കെന്തോ കപ്പലിലിരിക്കുന്ന മാതിരി തോന്നുന്നു. ചുറ്റും വെള്ളമുള്ളതുപോലെ തോന്നുന്നുണ്ടോ? ആ, അതെ അതെ കുടിച്ചത് കൂടിപ്പോയി. അതെ. ഉം. എന്നാ എനിക്കിത് വേണ്ട. ഏ? എന്താ ഉടഞ്ഞ ശബ്ദം കേട്ട? അപ്പൊ തറയല്ല വീണ്. അല്ല, എനിക്ക് മാത്രം ഇവിടെ എന്താ കറങ്ങുന്ന പോലെ തോന്നുന്നേ. മനസ്സിൽ വിഷമമുണ്ടായി. അങ്ങനെ അത് ഉടനെ ആരോടെങ്കിലും പറയണം. എന്നാ ഞാൻ പറഞ്ഞേക്കാം. എന്നാ വാ. ഞാന് ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഭയങ്കര കഷ്ടപ്പാടാ. ആ വീട്ടില് കുട്ടി മുതൽ കിളവ് വരെ എന്നെ പെടാപ്പാട് പെടുത്തും. അയ്യോ ഒരു മനുഷ്യൻ രാവിലെ എത്ര മണിക്ക് ശാപ്പാട് കഴിക്കും? ഞാൻ 8 മണിക്ക് കഴിക്കും. ഞാൻ 12:30 കഴിക്കുന്ന അറിയാവോ? അപ്പൊ ഉച്ചക്കത്തെ ഭക്ഷണം 4:30. രാത്രി വെളുപ്പിനെയല്ലേ? അപ്പൊ ഉറക്കം അതാ ഇപ്പൊ നന്നായേ. മറ്റുള്ളവരുടെ കുറുക്കവും കോഴിയുടെ കൂലും ഒരേ കോറസ് പോലെയല്ലേ കേൾക്കുന്നത്. പിന്നെ എങ്ങനെയാ ഉറങ്ങുന്നത്? അത്രയ്ക്ക് പ്രശ്നമാണോ? ആ അതെ, അതുകൊണ്ടാണ് എനിക്ക് ഇപ്പോഴും തല ചുറ്റുന്നത്. ഇപ്പോഴും നോക്ക്, നമ്മൾ രണ്ടാളും തറയല്ല നിൽക്കുന്നത്. പക്ഷെ ഇത്ര നേരം പടി കയറി പോകുന്ന പോലെ ഒരു ഫീലിംഗ്. അയ്യോ കാലൊക്കെ വീങ്ങിയിരിക്കത്തല്ലോ. ഇത്ര മാത്രം നിങ്ങളെ കഷ്ടപ്പെടുന്ന ആരാ? ആ ജഡ്ജി തന്നെ നാട്ടിലായിരുന്നപ്പോ അദ്ദേഹത്തിന്റെ കുടുംബത്തെ മാത്രം നോക്കിയാൽ മതിയായിരുന്നു. ഇവിടെ ഒരു കുട്ടിപ്പട്ടാളിനെ കൊണ്ട് തന്നെ കഷ്ടപ്പെടുക. എനിക്ക് വരുന്ന ദേഷ്യത്തിനല്ലോ കൊല്ലും ഞാൻ. ആരെ? ആ ജഡ്ജിനെ തന്നെ. മെനഞ്ഞാന്ന് പോലും ഏതോ ഒരു അയാളെ ഉന്നം തെറ്റിച്ച് വെടിവെച്ചു. അങ്ങനെ രക്ഷപ്പെട്ടു. എന്താന്നറിയോ, എന്റെ കൈ കൊണ്ട് തന്നെ കൊല്ലം എഴുതിയിട്ടുണ്ട്. അതാ നിങ്ങൾക്ക് വെടിവെക്കാൻ അറിയാമോ? വേറൊരു തോക്കെടുത്ത് വെടിവെക്കാൻ അറിയാതിരിക്കോ? തോക്ക് കിട്ടിയില്ലെങ്കിലാ? കത്തിയെടുത്ത് കുത്തി മത്സ്യങ്ങളെ കത്തിയും കിട്ടിയില്ലെങ്കിലാ? ഒരാളിലേക്ക് കടിച്ച് കൊന്നുകളെ. അത് മതി അത് മതി വാ. എനിക്ക് കൈ ഇറങ്ങിയിട്ടില്ല. എന്തായാലും ഇനിയും കൊന്നിട്ടില്ല. അതിനുമ്പ് കൂട്ടി കയറ്റിയോ? യുവർ ഓണർ. ബാനർ കേട്ടാ വാ വാ. വിടുബ്രേ. അല്ല, അളിയൻ വരുമോ? വരും, പക്ഷേ വരില്ല. എന്താ ഇത്? സിനിമ കൊട്ട ഇപ്പോഴല്ലേ കഷ്ടപ്പെട്ട് ക്യൂന്ന് ടിക്കറ്റ് വാങ്ങിയത്? അതിനുമ്പേ മറന്നുപോയാ? അതല്ലേ? ഇല്ല. അതെ. ആ അത് നല്ല ആൾക്കൂട്ടം. വെളിയില് ഹൗസ് ഹോൾഡ് ബോർഡ് വെച്ചിട്ടുണ്ട്. ഉണ്ട്. അതെ, ഇത് ആക്ഷൻ ഫിലിമാണോ കോമഡി ഫിലിമാണോ? കില്ലർ ഫിലിം. ഓ, ഇതെന്താ കില്ലർ ഫിലിം എന്ന് പറഞ്ഞിട്ട് കിങ് കോങ്ങിനെയാ കാണിക്കുന്നത്? നീയാടാ കുരങ്ങ്. എന്താ അവിടെ പറഞ്ഞല്ല ഇവിടെ ടി വി വരുന്നത്? ലൈവ് റിലേ കുറച്ച് ഡിലേ. എനിക്ക് അയ്യോ, വളരെ ക്രൂരമായിട്ട് സംസാരിച്ചല്ലോ. അതെ, ഒരു തമാശ പറഞ്ഞത് സിനിമയാക്കി 100 ദിവസം ഓടിക്കാനാ. അതെ, ഞാൻ മാത്രമേ ഉള്ളൂ, നിങ്ങളില്ലല്ലോ. നിങ്ങളെ മാത്രം സൂം ചെയ്ത് സൂം. കറക്റ്റ് ആണല്ലോ. അവിടെ എന്താ നരസിംഹമാണ് ഓടുന്നത്? വിസിലടിച്ച് കൈകൊട്ടാൻ വേണ്ടി. ഇതെന്താ എഡിറ്റിംഗ് ഒക്കെ ചെയ്തേക്കുന്നത്? റീ റെക്കോർഡിംഗും ചെയ്തിട്ടുണ്ടല്ലോ. ഇതൊക്കെ എപ്പോഴാ ചെയ്തേ? ഷൂട്ട് ചെയ്തപ്പോഴേ ചെയ്തു. എന്തിനാ ഇതൊക്കെ പോയി ഷൂട്ട് ചെയ്തത്? കൊല്ലാൻ വേണ്ടി. കൊല്ലാൻ വേണ്ടിയോ? ഇതാരാ? എഡിറ്ററാണോ? അല്ല, ഈ എപ്പിസോഡിന്റെ ഡയറക്ടർ. എന്താ ഇത്? ഡയറക്ടർ എന്ന് പറഞ്ഞിട്ട് കൊല്ലുന്ന കാര്യമാ പറയുന്നേ. ആരെയാ ബ്രദറെ കൊല്ലാൻ പോകുന്നേ? ജഡ്ജിനെ. ഏത് ജഡ്ജിനെ? നീ കൊല്ലുമെന്ന് പറഞ്ഞില്ലേ, ആ ജഡ്ജിനെ. അയാളെ എന്തിനാ നീ കൊല്ലുന്നേ? കോടിക്കണക്കിന് പൈസ വാങ്ങിച്ചു പോയില്ലേ? ഓഹോ, വേറെ? ചാവാൻ പോകുന്ന ജഡ്ജ്, കൊല്ലാൻ പോകുന്ന ഞാൻ, അകത്താവുന്നത് നീ. എന്തിനാ? ജയിലിനകത്ത്. എന്തിനാ? നീയല്ലേ അത് പറഞ്ഞത്? എന്തെന്നാ? കണ്ടതല്ലേ സിനിമ? കണ്ടു. നീ പറഞ്ഞതല്ലേ എന്റെ ഫോൺ ചിപ്പിലുണ്ട്. DVD-ലാക്കി കമ്മീഷണർ ഓഫീസിലെത്തിക്കും. സൂക്ഷിച്ചോ. എടാ ദ്രോഹികളെ, നിങ്ങൾ ചെയ്ത ടോർച്ചറി കിക്ക് തലയ്ക്ക് പിടിച്ച് ബോധമില്ലാതെ കപ്പലിൽ കയറി പോലൊക്കെ. കപ്പലിൽ തന്നെ ആടാ നീ. കപ്പലിലോ? അപ്പൊ കപ്പലിൽ വെച്ചാണോ നിങ്ങൾ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തത്? ഏയ്, നിങ്ങളെ എല്ലാത്തിനെയും പോലീസിനെ കൊണ്ട് പിടിപ്പിക്കോടാ. പോലീസ്, പോലീസ്, പോലീസ്. അളിയാ, നീ എന്താണ് മാതിരി വാച്ചുമാരെ പോലെ? അളിയാ, എങ്ങനെ ഇരിക്കുന്നതാ നീ? നിന്നെ കണ്ടപ്പോഴായിരിക്കും ജീവൻ തിരിച്ചു കിട്ടിയത്. നാട്ടിലെ പെങ്ങൾക്ക് സുഖമല്ലേ? നിന്റെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ സുഖമായിരിക്കുന്നോ? എക്സ്ക്യൂസ് മീ, പേഴ്സണൽ മാറ്റർ പ്ലീസ് 2 steps ബാക്ക്. താങ്ക് യു. അളിയാ, നമ്മുടെ ചുറ്റിനും നിൽക്കുന്നവരില്ലേ, ഇവരെല്ലാം കൊലയാളികളാ. നീ ഒട്ടും പേടിക്കണ്ട. എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കടാ. എന്താടാ എന്ത് പറഞ്ഞാലും ഊന്ന് പറയുന്നത്? എന്താടാ ഇത്? വായിൽ ഓപ്പറേഷൻ ചെയ്തിരിക്കുന്നത്?
പരമദുഷ്ട അളിയനാണോ താൻ? മഹാപാവി. ചോറാണോ അതോ വേറെ വല്ലതാണോ തിന്നെ? തന്നെയൊക്കെ ഒന്ന് കടലിൽ താക്കണം. അയ്യോ, അളിയാ, അങ്ങനെയൊന്നും പറഞ്ഞുകൂടെ, പാപമാണ്. വീണു. അതെ, എന്റെ മുറപ്പെണ്ണായതുകൊണ്ട് മാത്രമാ തന്റെ പെങ്ങളെ കല്യാണം കഴിക്കാൻ പോലും ഞാൻ സമ്മതിച്ചേ. അതിനെന്നെ പൂവിട്ട് പൂജിക്കാൻ വേണ്ടത്. അതിന് വരെ എന്നെ റൗഡികളെ കൊണ്ട് തല്ലിക്കോടാ താൻ. ഞാനോ? കൗറാ പിടിച്ച് കാണിച്ചു തരാന്ന് പറഞ്ഞ് ജിഗിരി തന്ന ദൂത് തന്ന് എന്ന് മാത്രം ചുറ്റിച്ചെന്നറിയാമോ? അയ്യോ, എന്നെ പോലെ തന്നെ ഇന്ന് കരയുന്ന കണ്ടില്ലേ? അതിനാ രക്തമെന്ന് എന്ന് പറയുന്നേ. കുത്തിയാൽ ആ രക്തം പുറത്തിയാടും. എന്താ നീ ജഡ്ജിയാൽ കൊല്ലുമ്പോ എന്നെ സാക്ഷിയാക്കാൻ പോകുന്നു? അയ്യോ, കള്ളം 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 കള്ളം, വിശ്വസിക്കരുത്, കള്ളം. ഞാൻ ഇവിടെ സംസാരിക്കുമ്പോ നീ അങ്ങോട്ടേക്ക് എന്താ പറയുന്നേ? ഇവിടെ ചുറ്റും ക്യാമറ വെച്ചിട്ടുണ്ട്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ പോലും അറിയാതെ സിനിമയായിട്ട് കാണിക്കുവരെ. എന്നെ മര്യാദക്ക് വിട്ടയച്ചോ, ഇല്ലെങ്കിൽ തന്റെ പെങ്ങളെ ഞാൻ ഒരിക്കലും കെട്ടില്ല. അയ്യോ, അങ്ങനെയൊന്നും പറയരുത്. നീ ധൈര്യമായിട്ടിരിക്കുക. നിന്നെ ഞാൻ വിട്ടയക്കാം. ഒരു മിനിറ്റ് സാർ. എന്റെ പെങ്ങള് നല്ല സുന്ദരി, അത്തിരി കറുത്തിട്ടാന്നേ ഉള്ളൂ. അവൾക്ക് ചേരുന്ന ഒരേ ഒരു ചെറുക്കൻ ഇവനാ. ഇവനും കൂടി ഉപേക്ഷിച്ച പിന്നെ അവളെ കെട്ടാൻ ആര് വരാനാ? അതുകൊണ്ട് ഇവനെ എത്രയും വേഗം വിട്ടയച്ചിട്ട് എന്നെ കുറച്ച് കഴിഞ്ഞ് വിട്ടയച്ചാ. ആരാടാ സംസാരിക്കുമ്പോൾ വെള്ളത്തിൽ കല്ലെറിയുന്നത്? അയ്യോ, ഇതെന്താ അളിയൻ കറിയുന്നല്ലോ? അളിയാ, അയ്യോ, അയ്യോ, അളിയാ, അയ്യോ, അളിയ വെള്ളത്തിൽ വീട്, രക്ഷിക്കണം, രക്ഷിക്കണം. അളിയനെ നീന്താ അറിയത്തില്ല. അയ്യോ, രക്ഷിക്കണം. അയ്യോ, ഇതെന്താ രക്ഷിക്കാൻ പറഞ്ഞപ്പോ വെടിവെക്കില്ല. വേണ്ട 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 വേണ്ട. അയ്യോ വേണ്ട, അത് ചെയ്യല്ലേ. എന്റെ അളിയനെ കൊന്നിട്ട് എന്റെ പെങ്ങളുടെ ജീവിതം വഴിയാധാരമാക്കല്ലേ. സത്യമായിട്ടും നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കാം. എന്ത് പറഞ്ഞാലും അനുസരിക്കാം ഞാൻ. എന്താ പട്ടിയെ പോലെ മോങ്ങുന്നേ? പിന്നെന്താ, കല്യാണത്തിന് പാട്ട് പാടാൻ പോവല്ലോ. അടിച്ച് പല്ലിയാങ്കളെ പറയേ. ഞാനാരാ? കൊലയാളി. അത് ജഡ്ജിന്. നിനക്ക്? എന്റെ അളിയൻ. എവിടുന്നാ വരുന്നേ? കൊല്ലത്തുനിന്ന്. എന്റെ പേരെന്താ? ഇതുവരെ ഹാദവൻ, ഇനി മുതൽ മുരുകൻ. കൊള്ളാലോ. 6 ഗ്ലാസ് ബാങ്ക് പാല് കുടിച്ചിട്ട് ഇത്രയും ബോധത്തോടെ സംസാരിക്കും. ബാങ്ക് പാലോ? എന്താണെന്നാണല്ലോ പറഞ്ഞത്. ബംഗാളിൽ അതിന്റെ ഒരു ബാങ്ക് പാലെന്ന്. പരമദുഷ്ട, എന്നെ പറ്റി പറഞ്ഞതാ. മുരുക. മുരുകനോ? ഏത് മുരുകൻ? നിന്റെ മച്ചാൻ മുരുകനെ ഓർമ്മപ്പെടുത്തിയതാ. എന്തെങ്കിലും കള്ളത്തരം കാണിച്ചാ എന്റെ ഫോൺ ഷിപ്പിലുള്ള നിന്റെ വാക്കും ഷിപ്പിലുള്ള നിന്റെ മച്ചാനും രണ്ടും എന്റെ കസ്റ്റഡിയിലാ. രണ്ടും പുറത്തു വരും. അയ്യോ, അതൊക്കെ എന്തിനാ? അല്ലേ, എന്താ ഇവൻ ഓടുന്ന? പോലീസിനെ കണ്ട് പേടിച്ചിട്ടാ? അപ്പൊ ഒരു പണി കൊടുക്കാം. അയ്യോ വേണ്ട, എന്നെ വിടാൻ പറ, എന്നെ വിടാൻ പറ. മച്ച എനിക്ക് പേടിയാവുന്നു മച്ച. മച്ച വിട്. പോലീസുകാരെ കണ്ട എനിക്കും എന്റെ വീട്ടുകാർക്ക് പേടിയെന്ന് മച്ചാൻ അറിഞ്ഞൂടെ മച്ച? ഇവരെല്ലാം മച്ചാൻ അറിഞ്ഞൂടെ മച്ച? പറ മച്ച, ഇല്ല ഞാൻ ഇപ്പൊ തിരിച്ചു പോകും മച്ച. ആരാവൻ മച്ചാന്ന് വിളിക്കുന്നു? മുരുക, എന്നെ രക്ഷിക്കണേ. എന്ന് വെച്ചാ സ്വന്തം അളിയൻ. എന്തിനാ ഇവിടെ വന്നത്? അസിസ്റ്റന്റ് ആയിട്ട് ജോലി ചെയ്യാൻ വന്നത് ഇവിടെ. സാറിന്റെ അടുത്തുനിന്ന് പെർമിഷൻ വാങ്ങിയോ? വാങ്ങിയില്ല. അമ്മ വാങ്ങണം. അവര് വാങ്ങിയെന്ന്. അല്ലല്ലോ, അലാജോ പെർമിഷൻ ഇയാച്ചേ. അവരെന്താ തെലുങ്കില് സംസാരിക്കുന്നത്? തെലുങ്ക? അവര് സംസാരിച്ച ബംഗാളിയാണെന്ന് അറിയത്തില്ലടാ. മലയാളം അല്ലാതെ വേറൊരു ഭാഷ എനിക്ക് അറിഞ്ഞൂടാ. അവരോട് നിർത്താൻ പറ, അല്ലെ ഞാൻ ഇപ്പൊ പോവും. സാർ, സിംഗ് സാർ, ഏതായാലും ദൈവാദിനെ കൊണ്ട് അവൻ തന്നെ പോകാതെ ഏറ്റു. നിങ്ങൾക്ക് പുണ്യം കിട്ടും അതിന്റെ പേരില്. നോ നോ, ഹീസ് ഓക്കേ. ഹി ഗോട്ട് പെർമിഷൻ. ബ്രിങ് ഹിം, ബ്രിങ് ഹിം. എന്തിനാ എന്റെ കൈരേഖയൊക്കെ എടുക്കുന്നത്? ഇതിലേക്ക് നോക്ക്. ഞാൻ അതെ, ഇതുവഴി പോയി അതുവഴി വാ. മച്ച എനിക്ക് പേടിയാവുന്നു മച്ച, എന്റെ കൂടെ വാ മച്ച. അയ്യോ, ഞാൻ പറയേണ്ടത് ഇവൻ പറയുന്നല്ലോ. പോടാ. അയ്യോ, ശബ്ദം ശബ്ദം. ഇപ്പൊ നീ കുടുങ്ങോടാ. അതിലെന്തോ മെറ്റൽ ഡിറ്റക്ട് ചെയ്തല്ലോ. എല്ലാ ബാഗും ചെക്ക് ചെയ്യ്. ചെക്ക് ചെക്ക് എവരിതിങ്. സർ, ഒരു മിനിറ്റ് സർ. ഇതെല്ലാം എന്റെ മച്ചാന് കൊടുത്തത് സർ. എനിക്കിത് മാത്രം മതി സർ. എന്റെ വീടിന്റെ ചാവി ഞാൻ ഇപ്പോഴേ പോയിക്കോളാം സർ. ഓ, ചാവിയോ? അതാണ് ബീപ്പ് സൗണ്ട് കേട്ടത്. ഓക്കെ ഓക്കെ, പ്രോബ്ലം ഇല്ല. നിങ്ങൾ അകത്തേക്ക് വെക്കോളൂ. അമ്മേ, മനസ്സിലായി മനസ്സിലായി. നിങ്ങളെല്ലാവരും എന്തിനാ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നതെന്ന് മനസ്സിലായി. എന്റെ അളിയൻ വന്നത് നിങ്ങൾക്ക് ഇഷ്ടമായില്ല, അതല്ലേ? അളിയ, നീ തിരിച്ചു പോയിക്കോ. ഞാൻ തന്നെ നിന്ന് പണിയെടുത്തോളാം. മച്ചാ, അയ്യോ അളിയ, പോകാൻ ഇഷ്ടമില്ലെങ്കിൽ പോകണ്ട. ഇതിനെന്തിനാ കരയുന്ന? ഇവിടെ നിന്നോ. ഹലോ, എവിടെയാ? തനിക്ക് എന്തൊക്കെ ജോലി അറിയാം? അത് എന്നോടാണ്. എന്തുവാ ചോദിച്ചേ? ഒന്നുകൂടെ ചോദിക്കുവാ. എവിടുത്തെ ഭാഷ ഇത്? ഇത് കൊല്ലത്തുള്ള ഭാഷ. ഞാൻ ഒരു കുഗ്രാമത്തില്, മച്ചാനങ്ങ് ടൗണില്. അല്ലേ മച്ചാ? അളിയൻ പറഞ്ഞത് ശരിയാണ്. എന്താടാ?
നീയും അവനെ പോലെ കൊല്ലത്തുള്ള ഭാഷ പറയുന്നേ? അതമ്മേ അതമ്മേ നമ്മൾ എവിടെ പോയി സെറ്റിൽ ചെയ്താലും നമ്മളെ സ്വന്തം നാട്ടുകാരെ കാണുമ്പോൾ സ്വന്തം ഭാഷയല്ലേ വരൂ. തല്ലിക്കൊന്നാലും മറക്കൂല അല്ലേ മച്ചാ? തല്ലിക്കൊന്ന പിന്നെ എങ്ങനെയാടാ മറക്കുന്നേ? ശരി, ചോദിച്ചതിന് ഉത്തരം പറ. എന്തൊക്കെ ചെയ്യാൻ അറിയാം? അത് എല്ലാ ജോലിയും അറിയാം മാഡം. വീട്ടു ജോലി വൃത്തിയാക്കൽ മുതൽ കമ്പ്യൂട്ടർ വരെ നന്നാക്കാൻ എനിക്ക് അറിയാം മാഡം. ഓ, കമ്പ്യൂട്ടർ ഒക്കെ അറിയാമോ തനിക്ക്? നമ്മുടെ ഗ്രാമത്തിൽ ഇപ്പൊ കമ്പ്യൂട്ടറൊക്കെ ചുടുവിൽ കിട്ടുമെന്ന്. സോണി വയോ മുതൽ ആപ്പിൾ വരെ നമ്മുടെ വ്യാഴാഴ്ചത്തിൽ എന്തും കിട്ടും. കമ്പ്യൂട്ടർ വിട, അത് എനിക്കും അറിയാം. ടിവിയിൽ ഏത് പ്രോഗ്രാം എപ്പോഴും കാണുന്നേ? പവർ റേഞ്ചേഴ്സിൽ എന്ത് കളറാണ് നിങ്ങൾക്ക് ഇഷ്ടം? ഹായ്, ജെറ്റിക്സ് ഒക്കെ കാണുവോ? എനിക്ക് പവർ റേഞ്ചേഴ്സിൽ റെഡാ ഇഷ്ടം. എനിക്ക് റെഡാ ഇഷ്ടം. ജാക്കിനെ പോലെ കാണിക്കട്ടെ? ഇഷ്ടായില്ലേ? അവിടെ പോലെ ബുജിമോളെ വിളിക്കുന്നു. ജെറ്റിക്സ് മാത്രം ഇഷ്ടമാണെന്ന് വിചാരിച്ചു. ഡോറ ഇഷ്ടമാണോ? എനിക്ക് ജെറ്റിങ്സ് മുതൽ കുക്കിങ്സ് വരെയും ഡോറയിൽ നിന്നും താര വരെ എല്ലാം ഇഷ്ടമാണ്. എന്താ എന്ത് പറ്റി? എന്താ എന്ത് പറ്റി? എന്റെ ആന്റിയുടെ പേരും താരയെന്നാ. ആന്റിനെ ഇഷ്ടമാണോ? അയ്യോ സോറി മാഡം. ഇറ്റ്സ് ഓക്കെ. ഇറ്റ്സ് ഓക്കെ. കുക്കിങ്ങിൽ നിനക്ക് എന്തൊക്കെ അറിയാം? എസ്പെഷ്യലി ഉണ്ണിയപ്പം ഉണ്ടാക്കാമോ? എന്ത് ചോദ്യമാ. ഒരു കപ്പ് അരി എടുത്ത് അരച്ച് അല്പം പുളിച്ച തേങ്ങാവെള്ളം ചേർത്തിളക്കി 3 മണിക്കൂർ കഴിഞ്ഞെടുത്ത് അപ്പച്ചട്ടിയിൽ ഒഴിച്ച് ചുറ്റി ചുട്ടെടുത്താൽ വെള്ളയപ്പം. അത് തന്നെ അതിൽ കുറച്ച് പഴവും ഞെവിടി ശർക്കരയും ചേർത്തി വിട്ട ഉണ്ണിയപ്പം. അത്രേ ഉള്ളൂ. പറഞ്ഞപ്പോ തന്നെ നാവിൽ വെള്ളം ഓടുന്നു. നീ നാളെ തന്നെ ചുട്ടു തരണം. അതിനെന്ത്, ഇന്ന് തന്നെ ചൂടാലോ അല്ലേ മച്ചാ? എന്തിനാടാ ഇത്ര ധൃതി പിടിക്കുന്നത്? കുറച്ച് സാവകാശം ചൂടാ. ബാനർജി, അവൻ അത് ചുട്ടുതരാന്ന് പറയുമ്പോ നിനക്കെന്താ പ്രശ്നം? ഏയ്, എപ്പ നോക്കിയാലും ഭക്ഷണത്തെ കുറിച്ച് സംസാരം. അതുകൊണ്ടാ തിന്ന് ചക്കയപ്പം പോലെ ഇരിക്കുന്നേ. അങ്ങനല്ലമ്മേ, എത്ര തിന്നാലും അരമണിക്കൂർ നേരം കൈയും കാലും നീട്ടി യോഗാസനം ചെയ്ത ശരീരം തന്നെ മെലിഞ്ഞോളൂ. ഓ, യോഗാസനമൊക്കെ അറിയാമോ? എന്താ ഇതാ നോക്ക്. ഇത് ശിരസാസനം, ഇത് മയൂരാസനം, ഇതൊരു കാല് പൊക്കിയ ചക്രാസനം, ഇത് ഒരു കൈ പൊക്കിയ കൂർമാസനം. ഇതെല്ലാം എവിടുന്നാടാ നീ പഠിച്ചേ? മിസ്റ്റർ ബ്രഹ്മചാരിയിൽ നമ്മുടെ ലാലേട്ടൻ ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? അമ്മയ്ക്ക് അത് അറിയാതിരിക്കില്ലല്ലോ. ലാലിന്റെ പടങ്ങൾ എനിക്ക് മറക്കാൻ പറ്റുമോ? അദ്ദേഹത്തെ കണ്ട് എന്റെ അച്ഛൻ പഠിച്ചു, അച്ഛനെ കണ്ട് ഞാനും പഠിച്ചു. എന്താ മമ്മൂട്ടിയുടെ അടുത്ത് ഒന്നും പഠിച്ചില്ലേ നീ? അതാണ് അവനിപ്പം ചെയ്തോണ്ടിരിക്കുന്നേ. അപ്പം മമ്മൂട്ടിയെ പോലെ നല്ലോണം അഭിനയിക്കൂലോ? അയ്യോ, അതൊന്നും എനിക്ക് ഇതിൽ അറിയത്തില്ല. നന്നായി അവൻ അഭിനയിക്കാൻ. പിന്നെ നീ വന്നപ്പോ ഒരു മീൻ കൊണ്ടുവന്നില്ലേ? അത് ചുട്ടാ തല എനിക്ക്. ചുട്ടാ തല മാത്രം കിട്ടില്ലല്ലോ. വെട്ട് തല മാത്രം കിട്ടുമല്ലോ. എന്താ മച്ചാ, വെട്ടല്ലേ? എന്തിനാടാ എന്നോട് ചോദിക്കുന്നത്? നീ തന്നെ എന്തെങ്കിലും ചെയ്ത് തോലയ്ക്ക്. എന്താമ്മേ, കഴിച്ചില്ലേ? ഞാൻ കഴിച്ചു, നീ പോയി കഴിക്കി. ആരടാ? സാർ, ഞാൻ ഇവിടെയുണ്ട് സാർ. ആരാ അതെന്നാ ചോദിച്ചേ? എന്റെ അളിയനെ സാർ, ഒരു സഹായത്തിന് വേണ്ടി കൂടെ കൂട്ടിയതാ. സാറിപ്പോ വേണ്ടാന്ന് പറഞ്ഞ ഉടനെ പറഞ്ഞു വിട്ടേക്കാം. വേണ്ടെന്നാണോ? മരങ്ങോടാ, എടാ മരങ്ങോടാ. ഈ സറി ചെരുപ്പിട്ടാട്ടെ, അകത്തേക്ക് ഷൂസ് ഇട്ട് പോകണ്ട. എവിടെയെല്ലാം പോകുന്നു, എന്തെല്ലാം ചവിട്ടുന്നു. ഇവിടെ ഒരുപാട് കുട്ടികളില്ലേ. ഇവിടെ അവർക്ക് പ്രതിരോധശേഷി കുറവായതുകൊണ്ട് ഏതസുഖവും പെട്ടെന്ന് പിടിപെടും. ദയവേത് ചെരുപ്പ് മാറ്റിയിട്ടാട്ടെ. സോറി. നിന്നെ അപേക്ഷിച്ചും ബുദ്ധിശാലി ഇവനെ ജോലിക്കെടുത്തു. എനിക്കെടുത്തുന്നോ? അയ്യോ, സ്വന്തം മൊഴി കുത്തി. മോനെ, ഞാൻ എല്ലാ സിനിമയും കാണാറുണ്ട്. ലാലേട്ടൻ വഴക്കുണ്ടാക്കുന്ന കണ്ടിട്ടുണ്ട്, മമ്മൂക്കയുടെ അഭിനയവും കണ്ടിട്ടുണ്ട്, രജനിയുടെ സ്റ്റൈലും കണ്ടിട്ടുണ്ട്, കമൽ പല വേഷങ്ങളിൽ തിളങ്ങുന്നതും കണ്ടിട്ടുണ്ട്. പക്ഷേ എല്ലാം ഒരേ സമയത്ത് നീ കാണിക്കുന്നുണ്ടല്ലോ, വളരെ അതിശയം തോന്നുന്നു. അതുകൊണ്ട് നീ ശുപാർശയില്ലാതെ തന്നെ അവാർഡ് വാങ്ങും. അവാർഡ് പറഞ്ഞു തീർന്നില്ല, അതിന് മുമ്പ് അവൻ സ്റ്റൈല് മാറ്റിയോ? കണ്ട് ഞാൻ മിരികളിൽ. എന്താ ഇത്? രക്തോ? വന്നതും പണി തീർത്തോ? അയ്യോ, എറ്റിനെ പോസ്റ്റ്മോർട്ടം ചെയ്യുവാണോ? മീനാണോ വെട്ടുന്നേ? അയ്യോ,
ഭാവി പച്ചക്കറി കൂട്ടാൻ വെച്ചാ കണ്ടിട്ടുള്ളൂ. പക്ഷെ ആയുധം വെച്ച് ഇന്നാടാ കാണുന്നത് ഞാൻ. അതെ സാർ സാർ എന്താ ഒരു 2 days ഈ പ്രോഗ്രാം ഒന്ന് മാറ്റി വെക്കാവോ? എന്തിന്? എന്താന്ന് ചോദിച്ചാ ഇന്ന് ശനിയാഴ്ചയാ. അതുകൊണ്ട് ആത്മാവ് തനിയെ പോകാൻ മടി പിടിക്കും എന്നാ പറയാറ്. പേടിക്കണ്ട, നീ കൂട്ടുപോകണം. അതല്ല സാവകാശം പകല് കൊല്ലാവല്ലോ. എന്താ ഇരുട്ടത്ത് വന്നാലെന്താ? ഇരുട്ടത്ത് വന്നാ ഇപ്പൊ ശാന്തമല്ലേ, ഇത് പൊട്ടുമ്പോ ഠംന്ന് കേക്കും. ദമ്മന്ന് കേക്കില്ല, സൈലൻസർ വെച്ചിട്ടുണ്ട്, ശബ്ദം വരില്ല. ശബ്ദം വരില്ലേ? ഇപ്പൊ നീ എനിക്ക് ജഡ്ജിന്റെ റൂമിലേക്കുള്ള വഴി കാണിക്കേ. ഞാൻ കാട്ടണോ? പിന്നാര് കാണിക്കും? അതെ, ഇത്രയും പ്ലാനോടെ വന്നപ്പോ ഒരു മാപ്പും കൂടെ കൊണ്ടുവരാൻ പാടില്ല. നീയാടാ എന്റെ മാപ്പ് മച്ചാ. വാ, അത് വേണോ? വിധിയുടെ വിളയാട്ടം. അത് പുറത്തേക്കുള്ള വഴിയാ. പുറത്തേക്കോ? നിന്റെ കൂടെ ചേർന്നതിന് ശേഷം ഈ വീട്ടിലുള്ള വഴിയൊക്കെ മറന്നുപോയി ഞാൻ. വാ വാ, നോക്കി നോക്കി പോകാം. അയ്യോ, കൈ പറിക്കുന്നുണ്ടല്ലോ. ചുമ്മാ ഗ്രിപ്പിന് വേണ്ടിയാ. അതേ, നല്ലോണം ആലോചിച്ച് പറ. ചെച്ചിന്റെ കഥ കഴിച്ചേ അടങ്ങുള്ളൂ. അങ്ങോട്ടുള്ള പടികൾ ഇതാണ് കേട്ടോ. ഈ വഴി അങ്ങനെ മുകളിലോട്ട് പോയാ അവസാനത്തെ റൂമാണ് ജഡ്ജിന്റെ റൂം. ഒരു മിനിറ്റ്, ആദ്യത്തെ റൂമിൽ മാത്രം മുട്ടരുത്. അവിടെ അമ്മ നല്ല മേക്കപ്പ് ഒക്കെ ഇട്ട് ഉറങ്ങുമായിരിക്കും. അപ്പൊ പോയി തട്ടി ഉണർത്തി എണീപ്പിച്ചു എന്ന് വെച്ചു. അയ്യോ, അങ്ങനെ ബഹളം വെച്ച് എല്ലാരും ഉണർത്തും. ശരി, ഞാൻ വരുന്നവരെ ഇവിടെ തന്നെ നിൽക്ക്. മുരുക മുരുക എന്ന് വിളിച്ചോണ്ടിരിക്കേ. ഞാൻ തന്നെ പറയണോ? അയ്യോ അയ്യോ മുരുക, ജ്ഞാന പണ്ഡിത, അയ്യോ അർദ്ധരാത്രിയിൽ ആചാരെ പോലെ കവിത പറയിച്ചത്. അല്ല, ജഡ്ജിനെ കൊല്ലാൻ നീ മാത്രമേ വന്നിട്ടുള്ളൂ വിചാരിച്ചാ ഞാൻ നിന്റെ കൂടെ നിന്നെ. ഒരു ഗ്രൂപ്പ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞില്ലോ നീ. എന്താണ് പറയുന്നത്? സത്യമാണോ പറയുന്നത്? നിന്നെ പോലെ തോക്കും കൊണ്ട് എടുത്ത് വന്നിട്ടുണ്ട്. എവിടെ? അതവിടെ അവിടെ അവിടെ കണ്ടോ? അതവിടെ അതവിടെ നിൽക്കുന്നത് കണ്ടോ? അയ്യോ, ടെറസിന്റെ മേലല്ല, എന്റെ മേലെയാണ്. നോക്കട്ടെ. അയ്യോ, ഇതെന്താ കറണ്ട് വന്ന? ആരായിട്ടത് സ്വിച്ച്? അയ്യോ ജഡ്ജ്, അയ്യോ ഞാനും അഭിനയിക്കേണ്ടി വരും. എല്ലാം അവിടെ ഒരു ശബ്ദം. എന്തു പറ്റി? ഏയ്, എന്തിനാ കരയുന്നേ? ഐഷു കാനഡയിൽ നിന്ന് ഫോൺ ചെയ്തു അങ്കിൾ. സിഗ്നൽ വീക്കായിരുന്നു. സിഗ്നൽ എവിടെ കിട്ടുമെന്ന് നോക്കി ഇങ്ങനെ ഫോൺ നീട്ടി പിടിച്ച് ടെറസിലേക്ക്. ബാക്കി ഞാൻ പറയാം സർ. ഇവര് ഫോൺ നീട്ടി പിടിച്ച് ഇങ്ങനെ വന്നപ്പോ എന്റെ കണ്ണുകൾക്ക് കൊല്ലാൻ തോക്ക് നീട്ടി പിടിച്ച് വരുന്ന പോലെ തോന്നിയത്. ബാക്കി പറ. അപ്പൊ ഈ തുണി എന്റെ തലയെ കൂടി കണ്ണ് കാണാമെങ്കിൽ കൊലപാതകി സ്ട്രോങ് ആവുമെന്ന് വിചാരിച്ചു. അതാണ് സർ. പറ. പിന്നെ കെട്ടിപ്പിടിച്ച്. അയ്യോ, ഇവരല്ല സർ, കൊലപാതകയെ കെട്ടിപ്പിടിക്കുന്നു വിചാരിച്ച് ഇവരെ പിടിച്ചുപോയി. ബാക്കി പിന്നെ ആ പടിക്കെട്ടിന്ന് താഴേക്ക് 2 പേര് മോളിന്ന് ഉരുണ്ട് തല്ല് പിടിച്ച്. ലൈറ്റ് ഇട്ടതിന് ശേഷം എനിക്ക് ഗണ്ണ് ഫോണാണെന്നും അക്യൂസ്ഡ് ഇവരാണെന്നും അറിഞ്ഞത്. മുകളിലേക്ക് വാ. വന്നു സർ. ആരോ എന്ന് കരുതി നീ താരയെ പിടിച്ചത് തെറ്റല്ല. പക്ഷെ ഈ നേരത്ത് നീ എന്തിനു മുകളിൽ വന്നു? പോയിന്റ് പിടിച്ചു. മച്ച പറഞ്ഞോട്ടെ. എന്നോട് ചോദിക്കുന്ന എന്തിനാടാ? പറയടാ. മച്ചാനാ പറഞ്ഞു വിട്ടെ. എന്തിന് അങ്ങനെ ചോദിക്കേ? അത് പിന്നെ സാറ് കുടിച്ച് ബാക്കി വെച്ച വൈൻ ബോട്ടിൽ മുകളിൽ ഫ്രിഡ്ജിലുണ്ടാവും. അത് സാററിയാതെ എടുത്തിട്ട് വരാം മച്ചാൻ പറഞ്ഞിട്ടാ വന്നത്. ഞാന് അതിനാ വന്നേ പിടിച്ചു. ഏയ് മണ്ട മച്ചാ, നിങ്ങളെ മടയാനല്ലേ നീ? കുടിക്കുന്നത് തെറ്റല്ല, പക്ഷേ സ്വന്തം കാശ് കൊണ്ട് വാങ്ങി കുടിക്കണം. നിന്നെ അപേക്ഷിച്ച് ഇവൻ ബുദ്ധിശാലിയാ. ഇനി മുതല് അവൻ പറയുന്നത് നീ കേൾക്കണം. പോ.
തല ചുട്ടോടോ? അയ്യോ ഇതുവരെ ഇല്ല. നാളെ ചുടുവോ? തീർച്ചയായും. ചുട്ടാൽ തല എനിക്ക്. അതെ, ജഡ്ജിന്റെ തല ഇയാൾക്ക് എന്തിനാടാ? അയാളെ മീനെ പറ്റിയാടാ പറഞ്ഞ മണ്ട. അയ്യോ കൊന്നല്ലോ മഹാപാപികളെ. എടാ, അവിടെ അയാളെ കൊന്ന് ഡെഡ് ബോഡി ആക്കിട്ട് ഇവിടെ സ്വന്തം ബോഡി ഡെവലപ്പ് എടാ ബാനർജി, വരുന്നമ്മേ, വരുന്നു. ആ മഹാപാപി അവരെ ദാരുണമായി കൊന്നല്ലോ. അയ്യോ, എനിക്കൊന്നും അറിഞ്ഞുകൂടാ അമ്മേ. ദേവി സരസ്വതി, എനിക്കിത് വേണ്ടി യാതൊരു ബന്ധമില്ലേ. എന്നെ ഈ കുടുക്കല്ലേ. എന്താമേ, നന്നായിട്ട് ഓടുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാ ഇരുന്ന് കരയുന്നത്? അവൻ ഓടുന്നതിന് ഞാൻ എന്തിനാടാ കരയുന്നേ? വേറെ എന്തിനാ? നായടാ. നായ, നന്ദിയുള്ള നായ. ആ നായി അല്ലത്, അവിടെ നോക്ക്. ഈ നായോ? ഈ നായൊന്നും ഇവൻ കൊന്നില്ലല്ലോ. ഞാൻ ടെറസിൽ യോഗ ചെയ്യായിരുന്നു. ഇവനാ പാല് കൊടുത്ത് 1 മണിക്കൂർ കഴിഞ്ഞപ്പോ വെട്ടിയിട്ട പോലെ ചത്തു കിടക്കുന്നു. ചത്തതല്ലേ, പാല് കുടിച്ച് ഉറങ്ങുക. കണ്ടില്ലേ ശ്വാസം വിടുന്നേ? ഞാൻ പറഞ്ഞില്ലേ ഇവൻ വളരെ നല്ലവനാ. അതൊന്നുമില്ല, രാത്രി മുഴുവൻ കുരച്ചോണ്ടിരുന്നില്ലേ, അതുകൊണ്ട് കുറച്ച് ജിഗിരിതന്ത ദൂത് കൊടുത്താ. അതിനോ? ജിഗിരിതന്റെ ദൂതോ? അതെന്താ? തൊണ്ടവേദന മാറാൻ കുരുമുളകും ജീരവും കലർന്ന പാല്. വെരി ഗുഡ്. നീ നന്നായി വരും. ഇവൻ ഈ വീട്ടിൽ നിന്നാലും ഇല്ലേലും നീ ഇവിടെ വേണം. അപ്പോഴേ ഈ വീട് സുരക്ഷിതാവൂ. ശരി. എങ്ങനെയൊക്കെയോ മാറ്റർ വർക്കൗട്ട് ആക്കുക. ജഡ്ജിന് മുമ്പ് എന്നെ കൊല്ലുവോ നീ? എക്സ്ക്യൂസ് മീ, ഒരു ചെറിയ ക്വസ്റ്റ്യൻ. അന്ന് എനിക്ക് ജിഗിരിതന്ത തന്നതിനൊരു കാരണമുണ്ട്. ഇന്ന് നായ്ക്ക് എന്തിനാ ജിഗിരിതന്ത കൊടുത്തത്? എന്റെ തോക്കതിനെ വീണ് കിട്ടി. എടുക്കാൻ ചെന്നപ്പോ കുറച്ചു. നിന്നെ പറ്റിച്ച പോലെ അതിനെ പറ്റിച്ചു. ഓ, തല എനിക്ക്. ആദ്യം നീ ഇവനെ കൊല്ലുക, അവന്റെ തല എനിക്ക് വേണം. അവൻ വരുന്നു. അതിനോട് തിരിച്ചു വന്നോ? എങ്ങോ പോയി എന്താ ഇങ്ങനെ ഓടി നടക്കുന്ന ഭൂകമ്പം വന്ന മാതിരി? എവിടെയെങ്കിലും ഒളിച്ചു വെക്കണം. എന്തിനാ? ഫോറിൻ ഗുരു തിരിച്ചു വന്നു. ഒന്നും ബാക്കി വെക്കാതെ എല്ലാം തിന്നു തീർക്കും. ഫോറിൻ ഗുരു തിരിച്ചു വന്നോ? എവിടെ ലൈൻ കൊടുക്കാനേ വയറ് കണക്ട് ചെയ്യുന്നേ? ലൈൻ കൊടുക്കാനല്ല, ലൈൻ കെടുത്താൻ. കെടുത്താനോ? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. അതെടുത്തേ. ഏത്? അത് ഇന്നാ ആ ടൈമർ എടുക്കുക. ടൈമർ ഇത് എന്തിനാ? അലാറം വെക്കാനാ? നിന്നെ ഉണർത്താൻ ഞാനുണ്ടല്ലോ, പിന്നെ എന്തിനാ ഇത്? 8:30 വരെ നീ ഉറങ്ങുമോ? രാവിലെ 7 മണിക്ക് ജഡ്ജി ഡാർജിലിംഗ് പോകുന്ന അറിയില്ലേ? അതിലല്ലേ വണ്ടി വന്ന് കിടക്കുന്നേ. ആ വണ്ടിക്കടിയിൽ വെക്കാനാ ടൈം ബോംബ് സെറ്റ് ചെയ്യുന്നത്. ബോംബോ? അപ്പൊ വെടിവെക്കൽ മാത്രമല്ല പണി? കൊല്ലുന്നതിന്റെ പണി. എങ്ങനെ വന്നാലെന്താ? കറക്റ്റ്, ന്യായമായ ചോദ്യം. അല്ല, എന്താ ഈ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ കൈയ്യെ ഗ്ലൗസ് ഇട്ടിരിക്കുന്നേ? കൈയടയാളം പതിയില്ലേ? ബുദ്ധിയുള്ള കൊലയാളിയാ. അതെ, ഇത്ര നേരം ഞാൻ എടുത്തു തന്നപ്പോ എന്റെ അടയാളം പതി. എന്താടാ ആ ബോംബ് വെച്ചതിന് തെളിവ് വേണ്ടേ? എണീറ്റ് വാ. അപ്പൊ നീ വെക്കുന്ന ബോംബ് ഞാൻ വെച്ച പോലെയാ? അയ്യോ, മിണ്ടാതെ കിടന്നാ മതിയായിരുന്നു. ഞാൻ തന്നെ വന്ന് കുടുങ്ങി. 1/2 മണിക്കൂർ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അപ്പൊ അതിനുള്ള അരമണിക്കൂറായോ? ഞാൻ വണ്ടിക്കടി പോവാം. നീ എന്റെ പുറകെ വന്ന് ആരെങ്കിലും വരുന്നുണ്ടോ നോക്കി സിഗ്നൽ തരണം. ഇല്ലെങ്കിൽ കൊന്നുകളയും ഞാൻ. പോടാ. അയ്യോ, എന്താ തിരിച്ചു വന്നാ? കുറ്റം എന്റെ തലയെ വെച്ചിട്ട് ബോംബ് വെക്കുമല്ലേ? ജഡ്ജിനൊപ്പം എത്ര പേര് ആകുമോ? ഇവിടെയാണോ പോകുന്നേ? ഞാൻ അതിനല്ല. അയാള് വന്ന എന്നെ കണ്ടില്ലെന്ന് പറ. അയാള് തന്നെ ആ ഇളയമാൻ ലൂസ്. ഞാൻ പോയി ഒളിക്കട്ടെ. എവിടെ പോളിക്കാൻ? ആ വണ്ടിയുടെ അടിയില്. അയ്യോ, അവിടെ തന്നെ പോയി ഒളിക്കണോ? അയ്യോ, പോയി. അയ്യോ, നീ ഇവിടെ എന്തെടുക്ക? ഇവിടെ ഞാനാ പറഞ്ഞു വിട്ടെന്ന് വിചാരിച്ച എന്നെ വന്നപ്പോ പഞ്ചറാക്കും. ജഡ്ജി നാളെ പോകാൻ പോവല്ലേ? അദ്ദേഹത്തിന് ആടിന്റെ സൂപ്പ് വേണമെന്ന് പറഞ്ഞു. എന്റെ മച്ചാനെ വെക്കാൻ അറിയാത്തോണ്ട് എന്നോട് വെക്കാൻ പറഞ്ഞ് ശല്യപ്പെടുത്തുക. എന്റെ കൈ മുറിഞ്ഞത് കാരണം ഗ്ലൗസ് ഇട്ടിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് പോലും വിടുന്നില്ല. ഞാൻ വെളിയിലേക്ക് ഓടി വന്നപ്പോ ഈ വണ്ടി കണ്ടു. അടി കയറി വിളിച്ചതാ. ഇപ്പൊ കുട്ടി കണ്ടുപിടിച്ചു. നീ പേടിക്കണ്ട, ഞാൻ നിന്നെ രക്ഷിക്കാം. ഓക്കെ? ഉള്ളിൽ പോയി രണ്ടുപേരും കൂടി എന്നാ ചെയ്യുവാ? അയ്യോ, നീയോ?
അവളെ കണ്ടോ? എവളെ? എന്റെ വുഡ്ബി താരയെ. ആ കണ്ടു. കണ്ടില്ല. കണ്ടോ കണ്ടില്ലേ? കണ്ടടാ. എവിടെ പോയി? അത് ഇങ്ങനെ നേരെ പോയി അങ്ങോട്ട് ഓടിപ്പോയി. അങ്ങോട്ട്. എന്തിനാ ഇങ്ങനെ പോയി അങ്ങോട്ട് ഓടിയേ? അതെനിക്കറിയത്തില്ല, പക്ഷെ അങ്ങോട്ടാ പോയത്. നേരെ തന്നെ പോവല്ലോ. അങ്ങനെയും പോവായിരുന്നു. ഹലോ ഹലോ ബേബി. വാട്ട് ബഡി? എന്താ ഇനി ഒച്ച വെക്കാതെ? ഞാനെന്തിനു ഒച്ച വെക്കണം? അകത്താരുമില്ലേ? ആരുമില്ലല്ലോ. എവിടെ പോയി കാണും? നീ ആരെയാ നോക്കുന്നേ? ഞാൻ അളിയനെ നോക്കുക. ശരി, ഞാൻ അപ്പുറത്ത് പോയി നോക്കാം. അളിയ, എന്താ ഇത്? 2 വയസ്സത്തെ കുട്ടി തന്നെയാ. നീ ഉണ്ടല്ലോ 2 വശത്ത്. ഞാൻ ചുറ്റി വന്നതാ. ഞാൻ ഉരുണ്ട് വന്നതാ. നീ ആരോടാ സംസാരിക്കുന്നേ? നീയോ? അതെ, നീ താരയെ നോക്കി പോയപ്പോ വഴിയിൽ ആ റാസ്കലിനെ കണ്ടായിരുന്നു. ഏത് റാസ്കലിനെ? അവൻ തന്നെ എന്നെ എപ്പോഴും പറ്റിച്ചു കുറ്റിച്ച് ബുദ്ധിമുട്ടിക്കുന്ന എന്റെ അളിയൻ റാസ്കൽ. നീ അളിയനെ തിരയുന്നു, പക്ഷെ ഈ ഞാൻ എന്റെ പെണ്ണിനെ തിരയുന്നു. നീ എന്തിനാ തിരയുന്നേ? എന്റെ കഴിവ് തെളിയിക്കാനാ. എടാ ഡേ, എന്താണേലും തെളിയിക്കാൻ നേരവും കാലമില്ലടാ. നിന്നെ പോലെ അറിവ് കെട്ട വൃത്തികെട്ട ബുദ്ധിയില്ലാത്ത കഴുതകൾക്ക്. ആരെ ചീത്ത പറയുന്നേ? ഞാൻ എന്റെ അളിയനെ ചീത്ത വിളിച്ചതാ. ഓ കേട്ടോ, നിന്റെ മച്ചാൻ നിന്നെ ചീത്ത പറയുന്നേ. സാരമില്ല, പാവല്ലേ. ഒരു ഡ്യൂറ്റ് സോങ് അവളെ കേൾപ്പിക്കണമെന്ന് ട്രൈ ചെയ്യുമ്പോ അവൾ എസ്കേപ്പ് ആയി പോകുന്നു. അത് ഇന്നലെ നാളെ കേൾപ്പിക്കാമല്ലോ. അവള് കേട്ടാലും ഇല്ലേലും നീ അത് കേൾക്കണം. എന്താ അവിടെ ശബ്ദം? അയ്യോ ജഡ്ജി മാമൻ. അയ്യോ, നീ ഇത്ര നേരം ഇത് എവിടെയായിരുന്നു? അകത്തായിരുന്നു. എന്ത് ചെയ്യുമായിരുന്നു? സെറ്റ് ചെയ്യുമായിരുന്നു. എന്ത് ബോംബ് സെറ്റ് ചെയ്തോ? ഏത് ഗ്യാപ്പിലാടാ ചെയ്തേ? ഏത് ഗ്യാപ്പിച്ചതിലും നിനക്കെന്താടാ ബുദ്ധിയില്ലാത്തന്നെ, ബോധമില്ലാത്തന്നെ റാസ്കൽ. നാളെ ആരുടെ ജീവൻ ആരെടുക്കുന്നു പോകാം. വാ. പണി കിട്ടി. നാളെ ദൂരേന്ന് നോക്കാം ഇത് അങ്ങനെ പൊട്ടിത്തെറിക്കുമെന്ന്. എല്ലാരും ചാകുവടാ. ഇപ്പഴെന്തിനാ കാർന്നേ? 8:30 പൊട്ടു. എത്ര മണിയെന്ന് പ്രശ്നമല്ലടാ, എത്ര പേരെന്നതാ പ്രധാനം. വന്ന് നോക്കടാ, ആ വണ്ടിയിലുള്ള ആളുകളെ വന്ന് നോക്ക. അവിടെ നോക്കടാ, നോക്ക്, അവിടെ നോക്ക്. മുതല് ചേർന്ന് വരും ഒരു കുടുംബം മുഴുവൻ. സീറ്റുണ്ട്. ഇവർക്ക് എന്ത് പാവാടാ ചെയ്ത്? കണ്ടോടാ, നിനക്ക് പോലെ ഉള്ളിന്റെ ഉള്ളിൽ കരച്ചിന് വരുന്നു. എന്താടാ കരഞ്ഞോണ്ടിരുന്നവൻ പെട്ടെന്ന് ചിരിക്കുന്നേ? ജഡ്ജ് കയറുന്നതിനാണോ സന്തോഷിക്കുന്നത്? കുടുംബം മൊത്തം കയറിക്കൊണ്ടിരിക്കുക. അതായുള്ള തലവിധി. കുടുംബമായിട്ട് ചാകണമെന്ന് ഒരു ക്രൂരമായ കാര്യം. എത്ര കൂളായിട്ടാ പറയുന്നത്. അയ്യോ, ഇത് ഡാർജിലിംഗിൽ കൊണ്ടുവന്ന് പാടാൻ പോവാണോ? പിന്നല്ലാതെ. അയ്യോ, ഇതിന്റെ ശബ്ദം കേട്ടെന്റെ തലയ്ക്ക് വട്ടുപിടിച്ച് ചാകണം തോന്നുന്നു. ഞാൻ ഇവിടെ പോയാലും ശരി, ഇതില്ലാതെ എനിക്കൊരു ജീവിതമില്ല, മരണമില്ല. അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാം അറിയുമെന്ന് പറയാറുണ്ട്. അങ്ങവിടെ ഇരിക്കുന്ന കുടുംബത്തിന് അതെല്ലാം മനസ്സിലായോ? എവിടെ? ബാനർജിയെ കണ്ടില്ലല്ലോ. എന്നെ എന്തിനാ അന്വേഷിക്കുന്നത്? ഇതാ ഇവിടെ നിൽപ്പുണ്ടമ്മേ. എന്നെ കൊല്ലാൻ നോക്കുന്നു നീ. അത് നടക്കില്ല, ഞാനിവിടെ ഇല്ല. അയ്യോ, എന്നെ ഞാൻ തന്നെ കാട്ടി ഇപ്പൊ തന്നെ കൊണ്ടുവരാമേ. ഞാൻ വരില്ല. അയ്യോ, എന്നെ കൊണ്ടുപോകല്ലേ. എല്ലായിടത്തും വെച്ചല്ലേ? എന്താ എന്റെ മച്ചാനെ നിങ്ങളോട് കൊണ്ടുപോകാന്ന് പറഞ്ഞ് വിളിച്ചതല്ലേ? ഗുഡ് ഐഡിയ. ബാനർജി, നീ ഞങ്ങളുടെ കൂടെ വായോ. അപ്പൊ ഞാൻ അവിടെ നിൽക്കുമ്പോ കോള് വരാൻ വിളിച്ചതല്ലേ? നീ എനിക്കിട്ട് പണി വന്നല്ലേടാ. മസാലപ്പൊടി മുളകുപൊടി എല്ലാം കറക്റ്റ് ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടോന്ന് അറിയാനാ വിളിച്ചത്. വെച്ചിട്ടുണ്ടോ? വെച്ചിട്ടുണ്ട് മോളെ, വെച്ചു. ഇത് ഞാൻ അവിടെ വന്നപ്പോ ചോദിക്കായിരുന്നില്ലേ? ഇവിടെ വന്നിട്ടാണോ പറയുന്നത്? അമ്മ വിളിച്ചത് കേട്ടില്ലേ? നീ എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. വാ, ഒരുമിച്ച് പോവാം. അയ്യോ, എല്ലായിടത്തും ഒന്നിച്ച് പോകണമെന്ന് ആലോചിച്ചാ എങ്ങനെയാ ശരിയാവുന്നത്? അവിടെ പാചകം ചെയ്യാൻ ആള് കാണും, എടുത്ത് വളർന്ന ആള് വേണം ഉണ്ടെങ്കിലല്ലേ. നല്ല ആഹാരം വേണം. അയ്യോ, എല്ലാ കാര്യവും നോൺസിംഗ് ആയി പോകും. ഞാൻ തുണി മണി ഒന്നും എടുത്തു വെച്ചു സാർ. അപ്പൊ നേരത്തെ എടുത്ത് വെച്ചത് നിന്റെ തുണിയല്ല? അല്ല, എല്ലാം നിങ്ങളുടെ തുണിയാ വെച്ച. എന്തിനാടാ ഇത്ര വലിയ സാർ കത്തുന്നു? അകത്ത് പാല അല്ല മോര അല്ലല്ലോ, കൊല വൈറവി എല്ലാം തീർന്നിട്ട് ഒരു ബസ് ഓരോ പിടിച്ച് ആരൊക്കെ വന്നേക്കാം. ചുടുന്നതും വേവിക്കുന്നതെല്ലാം നിന്റെ അളിയൻ നോക്കിക്കോളും. അവൻ നിന്നേക്കാ ബുദ്ധിശാലി. അതെനിക്കറിയാലോ. നന്നായിട്ട് പോയിട്ട് പോകാൻ വെച്ചാ. എവിടെ വരാനാ? പോലീസ് ഇത് വിട്ട പിന്നെ എനിക്ക് ചാൻസ് കിട്ടൂല. സോറി സാർ,
വരുന്ന വഴിയിൽ ഒരു ആക്സിഡന്റ്. സാരമില്ല, എനിക്ക് എല്ലാ അറേഞ്ച്മെന്റും കറക്റ്റ് ആയിട്ട് ചെയ്തു തന്നു. ഞാൻ കുറച്ചുകൂടി ലേറ്റ് ആയെങ്കിൽ സാർ പോയേനെ. ഇപ്പൊ പിന്നെ ഏയ്, നീ എന്തിനോട് നിൽക്കുന്നേ? അകത്ത് പോ. അയ്യോ, ബസ്സിനകത്ത് പോകാനാ പറഞ്ഞ മച്ചാ. നീയും ഇവരോടൊപ്പം പോകുന്നുണ്ടോ? ഇപ്പോഴും നീയാ? മുരുക വെള്ളം എടുക്കാൻ മറന്നുപോയി, കൊണ്ടുവാ. ഇതാ കൊണ്ടുവരാം. സെക്യൂരിറ്റി ഇവിടെ വാ. സാർ, വണ്ടി നല്ലവണ്ണം ചെക്ക് ചെയ്തല്ലോ? രാവിലെ തന്നെ ശരിക്ക് ചെക്ക് ചെയ്തു സാർ. ഇവരെ പോലുള്ളൊരു കാരണം ബോംബ് പൊട്ടുന്നത്. സർ, യുവർ എസ്കോർട്ട് ഈസ് റെഡി. സേഫ് ജേർണി സർ. താങ്ക് യു. ഓക്കെ. ഡേയ്, എന്താ? ഡേയ്, ഇത് കമ്മീഷണറാ. അതറിഞ്ഞോണ്ട് എന്നെ വിളിച്ചേ സാർ. ഡേയ്, എന്തിനാണ് എന്നെ തനിയെ വിളിച്ചോണ്ട് വന്നേ? സാർ, എന്റെ അവസ്ഥ വളരെ മോശമാണ്. പറയാനും വയ്യ, പറയാതിരിക്കാനും വയ്യ. ഒളിക്കാതെ പറ. പറയാം സാർ, ഈ വിഷയം നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞു ആരോടും പറയണ്ട. ഇവിടെ മുരുകാ, എന്താടാ? എന്തോന്നാ ബാ എന്ന് പറഞ്ഞു നിർത്തിയേ? എന്നാണോ പറഞ്ഞേ? എങ്കിലും പറയാമല്ലോ സാർ. വല്ലാതെ വിശക്കുന്നുണ്ട് എനിക്ക്. ഒരു 10 രൂപ ഉണ്ടെങ്കിൽ കയ്യെ തൊപ്പിയോ? ഇതിനു വേണ്ടി ഒരു കമ്മീഷൻ ഇങ്ങനെയാണോ വിളിക്കുന്നത്? ചരക്കിനെ വിളിക്കുന്ന പോലെയാണോ വിളിക്കുന്നത്? വഴിയിൽ യാതൊരു വക തടസ്സവും ഉണ്ടാവല്ലേ. എല്ലാവരും പ്രാർത്ഥിക്കും. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ. പുറപ്പെടുമ്പോ തന്നെ നല്ല ശകുനം. മണി 8:30 ആയോ? അയ്യോ, പട്ടി 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 പട്ടി. പൊട്ടിന്ന് കേട്ടിട്ട് കൈ കൊട്ടുന്നേ. അയ്യോ, ടി വി പാല് ബോംബ് പൊട്ടുന്ന പടമാണല്ലോ ഇട്ടേക്കുന്നത്. അതാ ഒരു ഭക്തി പടവിട്ട് കാണിച്ചുകൂടായിരുന്നോ പോണത്? ഭക്തി പടവിടാനായിട്ട് മിണ്ടാതിരിക്കടാ. അയ്യോ, ആ തീറ്റപ്രാന്തം കേൾക്കുന്നില്ല. ദൈവമേ, വെച്ചവനെ തന്നെ ബോംബെടുക്കാൻ ഏൽപ്പിച്ചല്ലോ. അമ്മേ, അതെ, വണ്ടി നിർത്ത, വണ്ടി നിർത്ത, വണ്ടി നിർത്ത. ഓണടിക്കുന്നു, വണ്ടി നിർത്ത. പോലീസ് ഓഫീസർ ഓണടിച്ച് വണ്ടി നിർത്താൻ പറഞ്ഞു. നിർത്താം. എന്തിനാ വണ്ടി നിർത്താൻ പറഞ്ഞത്? എല്ലാം ഈ മണ്ടൻ ബാനർജി കാരണമാണ്. ഞാനോ? ഇവന്റെ മച്ചാൻ മുരുകൻ പറഞ്ഞത് നന്നായി. വെച്ചത് തന്നെ അവനാണ്. മഫ്ലർ സെറ്റ് വീട്ടിൽ വെച്ച് മറന്നത് നീയോ അവനോ? മഫ്ലർ സെറ്റാ? പിന്നെ കൂടെ നിന്നിട്ട് ഓർമ്മപ്പെടുത്തേണ്ടത് നീയല്ലേ? അപ്പൊ നിങ്ങൾ വെച്ചതെടുക്കാൻ വന്നല്ല. എന്ത് വെച്ചത്? അത് ഏയ്, നീ ഇവിടെ വാ. റെഡി. ശരി, എന്താ വെച്ചത്? ഏയ്, എന്താ വെച്ചത് പറയടാ. ഇല്ല സാർ, ഞാൻ മറന്നു വെച്ച് നിങ്ങൾ കൊണ്ടുവന്നില്ലോന്ന് പറഞ്ഞു. അതല്ലേ കൊണ്ടുവന്നേ. ഇന്നമ്മേ, വളരെ നന്ദി മോനെ. അവിടെ ഭയങ്കര തണുപ്പാ. ഇതില്ലെങ്കിൽ ഒറ്റയടിക്ക് മോളി പോകും. ഇപ്പൊ മാത്രം എന്താ പോകില്ലെന്നാണോ വിചാരം? താങ്കളുടെ വിചാരണയൊക്കെ നന്നായി നടക്കട്ടെ. ഓൾ ദി ബെസ്റ്റ് സർ. താങ്ക് യു. പോയല്ലോ മച്ചാ, നന്നായിട്ട് ആഘോഷിക്കേ. എല്ലാരും പോയിട്ട് വാ. നിക്ക്, നീയും ഞങ്ങളുടെ കൂടെ വാ. അമ്മമ്മേ, അവനെ വിളിക്കേ. അവൻ വന്നാ എല്ലാവർക്കും തുണയായിരിക്കും. എല്ലാവർക്കും ഒരുമിച്ച് പോകാം. അയ്യോ, വീട്ടിലെ സാധനങ്ങളെല്ലാം അവിടെ ഇവിടെ കിടക്കുക. ഞാൻ വരുന്നില്ല. അതൊക്കെ അവിടെ കിടക്കട്ടോ. നീ ഡാർജിലിംഗ് കണ്ടിട്ടില്ലോ? വാ, നമുക്ക് വാ. ഡാർജിലിംഗ് ഞാൻ തനിയെ പോയിക്കളാം. ഇതിനകത്ത് സീറ്റേ ഇല്ല. അയ്യോ, എന്റെ സീറ്റ് ഞാൻ തരാം. എല്ലാരും പറയെങ്കിലേ അവൻ വരുള്ളൂ. ജോലിയായിരിക്കും. ഞാൻ വരുന്നില്ല, എന്നെ വിട്ടേക്ക്. സാറ് പറഞ്ഞ ഇവൻ കേക്കും. നീ അകത്ത് പോ. സാറും പറഞ്ഞു വാ. ശരി, ഒന്നിച്ച് പോവാൻ നമുക്ക്. വാ, വിട്. പേടി പോയോ? മറ്റുള്ളവരുടെ കൂടെ വെച്ചവനിക്കാകുമ്പോ ഞാൻ എന്തിനാ പേടിക്കുന്നേ? വേറെ പണിയില്ല. ഇവിടെ നോക്കളിയാ, ഇപ്പൊ ഒന്നും നടന്നിട്ടില്ല. ഇപ്പൊ അവസാനമായി നിനക്കൊരു ചാൻസ് തരാം. എനിക്ക് നീ എന്തെങ്കിലും ഒരു മുട്ടാപ്പോക്ക് പറഞ്ഞ് വണ്ടി നിർത്തിച്ച് അടി വെച്ചിരിക്കുന്ന ബോംബ് അഴിച്ച് നിന്റെ ബാഗി വെച്ചിട്ട് ഇവിടെ നിന്ന് ഓടിക്കോ. ജീവൻ വേണമെങ്കിൽ. എനിക്ക് എന്റെ ജീവനെ പറ്റി പേടിയില്ല. പിന്നെ അയാളുടെ ജീവന പ്രധാനം. അതെ, ടൈം എന്തായി? 8:30 മുരുക. 8:30. എന്താ ഇത്? ദേവി കന്യാകുമാരി പടത്തിൽ കാണുന്നത് പോലെ ഒരേ പുകക്കൂട്ടമാണല്ലോ. എന്ന് വെച്ച് സ്വർഗത്തിൽ വന്നിരിക്കുവാണോ? ആരാ ഇതൊക്കെ? നമ്മുടെ കൂട്ടമാണല്ലോ. സ്വർഗത്തിൽ ജോഡിയായി തന്നെ നടക്കുന്നല്ലോ. ഇതാരാ? നമ്മുടെ അമ്മ. സ്വർഗത്തിൽ മേക്കപ്പോടെ തന്നെ നിൽക്കുന്നതൊക്കെ. ഇതാരാ? ആകെ ഇവനാ. ഇവിടെയെങ്കിലും ആരേലും ഇവനൊരു ചാൻസ് കൊടുക്കും. ഞാനിപ്പോ മറന്നടിച്ച് കിടക്കുവല്ലേ. നിങ്ങളെ രക്ഷിക്കാനായി പെടപ്പാട് പെട്ടത്. നിങ്ങൾക്ക് ബോധം പോയെന്ന് വിചാരിച്ചത് ഇപ്പൊ വട്ടുമായോ? എന്താ മോളെ ഈ പറയുന്നേ? ഞങ്ങൾ ചുമ്മാ പറഞ്ഞല്ലോ, ഒക്കെ സത്യ.
സാരമില്ല, ബോധങ്ങൾ തിരിച്ചു കിട്ടിയല്ലോ. ബോധമാവോ? രാവിലെ മുതൽ നിങ്ങൾക്ക് ബോധമില്ല. അപ്പൊ പൊട്ടിച്ചത്തില്ലേ? ടയർ പൊട്ടി ആരെങ്കിലും മരിക്കുവോ? ടയർ പൊട്ടിയെന്നോ? അപ്പൊ ഇത് സ്വർഗം അല്ലടാ. അല്ല, ഡാർജിലിംഗ്. എഴുന്നേക്ക്. അമ്മേ, അമ്മേ. കാറ് ഓടിക്കോ, ഓടിക്കോ. എല്ലാവരും ഓടിക്കോ. അത് ശരി, ബോംബ് എന്തിയെ? ടയർ മാറ്റിയപ്പോ ബോംബ് മാറ്റി. അതെന്തിനാ? അതിൽ ഞാനുണ്ടായിരുന്നില്ലേ? ജീവിച്ചിരുന്ന് ചെയ്തു തീർക്കാൻ ഇനിയും നിറയുണ്ട് മച്ച. അപ്പൊ ഇനി ഒരിക്കലും പൊട്ടത്തില്ലല്ലോ. എപ്പോൾ പൊട്ടും എങ്ങനെ പൊട്ടും ആർക്കും അറിയില്ല. പൊട്ടേണ്ട സമയത്ത് കറക്റ്റായിട്ട് പൊട്ടും. ആ ജഡ്ജിന് ഡാർജിലിംഗിലെ അമ്മച്ച ഡമാർ. അതെ അതെ, നിനക്ക് ബോറടിക്കല്ലടാ? എപ്പം നോക്കിയാലും കൊല്ലാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കുക. ഇതല്ലേ എൻ്റെ ജോലി, അതിനല്ലേ ഞാൻ വന്നത്. ശരി, അതെന്താ സെൽഫോൺ? പിന്നെ ഇത് ബ്ലൂടൂത്തിൽ ആക്ടിവേറ്റ് ചെയ്യുന്ന ബോംബ്. ബ്ലൂടൂത്ത് അതെന്നാ? എൻ്റെ സെൽഫോണിൽ 4 ബട്ടൺ അമർത്തിയ ഈ ബോംബ് പൊട്ടും. ഓ, വീണ്ടും പുതിയ കണ്ടുപിടുത്തു. ആദ്യം ഇത് എവിടെ വെക്കാനാ? നീ ഇതെന്നെ ഒരു ഐഡിയ പറ. ഞാനോ? ജഡ്ജി എവിടെ കാണും? എന്തിനാണ് എന്നെ നിന്റെ കൂടെ കൂട്ടിയോ? ബാലജി, നിക്കങ്ങോട്ട്. മുരുക, ഇത് പിടിക്ക്. ഈ ഗിറ്റാർ എവിടെയെങ്കിലും ഒന്ന് ഒളിച്ചു വെക്ക്. ആ ഇളയമാന്റെ ശല്യം സഹിക്കാൻ വയ്യ. അയാള് കണ്ടുപിടിക്കരുത്. ഓക്കെ? ഇതിപ്പോ തന്നെ വെള്ളത്തിൽ കളയാം. ഏയ് മുരുക, അയ്യോ, പിന്നെ വിളിച്ചു. നിന്റെ സെൽഫോണിൽ സിഗ്നൽ കിട്ടുന്നുണ്ടോ നോക്കാം. ഇത് പിടി. ഉണ്ട്, ഈ ഭാഗത്തുണ്ട്. ഞാനൊരു നമ്പർ പറയാം, വിളിച്ചതാ. ശരി. 9900197072. പതുക്കെ തെറ്റുപറ്റി ഈ നമ്പർ അമർത്തല്ലേ. റിംഗ് അടിക്കുന്നുണ്ട്. ഹലോ, ആരാ സംസാരിക്കുന്നേ? എടാ, ഈ അമ്മ സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം നീ സെറ്റ് ചെയ്ത് വെച്ച നമ്പർ അമർത്തിയാ പൊട്ടത്തില്ലേ? എന്തായാലും ഒരു 10 അടി ദൂരത്തിൽ വാ. എന്തിനാ? ഞാൻ രക്ഷപ്പെടണ്ടേ? അയ്യോ, ഇനി എന്തൊക്കെയാ സംഭവിക്കുക അറിയത്തില്ലല്ലോ. ഉള്ളങ്കാല് മുതൽ ഉച്ച വരെ കിടന്ന് വിറക്കുക. എന്താ മോനെ, നീ ഇപ്പൊ എങ്ങോട്ടാ? മാമ, എവിടൊക്കെ എപ്പോഴൊക്കെ വീണ്ടും ബോംബ് പൊട്ടുമെന്ന് അറിയില്ല മാമ. ഭയം കാരണം വയറൊക്കെ കത്തുന്നു. രാവിലെ മുതൽ ഇൻകമിങ് നടക്കുന്നേ ഇല്ല. പക്ഷെ ഔട്ട് ഗോയിങ് നന്നായി പോകുന്നുണ്ട്. എത്ര തന്നെ റീചാർജ് ചെയ്താലും വയറ്റിൽ ബാലൻസ് നിൽക്കുന്നില്ല. പുതിയ പുതിയ റിംഗ് ടോൺ ഒക്കെ കേൾക്കുന്നു. പോരാത്തിന് ഡോക്ടറെ വിളിച്ചപ്പോ നോട്ട് റീച്ചബിൾ എന്ന് പറയുന്നു. എവിടെങ്കിലും പോയി തൊലയട്ടെ. എന്താന്ന്? നന്നായിരിക്കട്ടെ എന്ന് പറഞ്ഞു. സോറി മാം, എൻക്വയറി തീർന്നവരെ അയാളെ വിടാൻ പറ്റില്ല. എന്താ? കാരണം പൊട്ടിയ ബോംബ് ഇവിടെ ഗിറ്റാറിലായിരുന്നു എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോ ട്രെയിനിൽ ബോംബ് പൊട്ടിയ എഞ്ചിൻ ഡ്രൈവറെ അറസ്റ്റ് ചെയ്യൂ. എങ്ങനെയാണ് ഇങ്ങനെ ബുദ്ധിപരമായി സംസാരിക്കുന്നേ? പേടിച്ച് പറഞ്ഞു പോയതാ വിട്ടുകളാ. പെട്ടെന്ന് ഒരു കല്ലെടുത്ത് കെട്ടുന്നതിന് എന്തിനാ എന്തിനാ ചോദിക്കുന്നേ? അത് കേട്ടോ? അതെങ്ങനെയാണോ ഞാൻ മനസ്സിൽ വിചാരിക്കുന്നത് കേൾക്കാൻ പറ്റുന്നേ? ശരി, കല്ലെന്തിനാ കെട്ടുന്നത് അത് പറ. വെള്ളത്തിൽ ചാടിയതിനു ശേഷം മനസ്സ് മാറി നീന്തിക്കേറി രക്ഷപ്പെടാൻ പാടില്ല. അതിനുവേണ്ടി കല്ല് കെട്ടിക്കൊണ്ടിരിക്കുന്നു. ഇതല്ലേ LKG പിള്ളേരൊക്കെ അറിയാം. നീ ഒരു കൊലയാളിയല്ലേ? ഞാൻ ചാകുന്നതിന് വിഷമിക്കില്ലല്ലോ. ആരാ മലയാളം സംസാരിച്ചത്? ആരാ മലയാളം സംസാരിച്ചത്? ഞാനാ. നിങ്ങൾ മലയാളിയാ? അതെ. നിങ്ങൾക്ക് 100 ആയുസാ. ഓടാ, 100 ആയതാണെങ്കിൽ ഞാൻ എന്തിനാ എവിടെ വന്ന് നിൽക്കുന്നത്? ശരി, ഇപ്പൊ എനിക്കെന്താ വേണ്ട? എനിക്ക് ഹൗറ ബ്രിഡ്ജ് എവിടെയാണെന്ന് അറിയണം സാർ. നമ്മൾ തുടങ്ങിയ പോലെ തുടങ്ങുന്നല്ലോ. ആട്ടെ, അതെന്തിനാ അറിയുന്നത്? എന്റെ അളിയൻ അവിടെ വരാൻ പറഞ്ഞതുകൊണ്ടാ. ഞാൻ നിന്നെ കൊല്ലണമെങ്കിൽ വേഗം പൊക്കോ. നല്ല ചൂടിലാണല്ലോ, ഒരു ചായ കുടിക്കാം. അയ്യോ, ഇതും അങ്ങനെ തന്നെ. എടോ, എനിക്ക് ചായ കുടിക്കുന്ന പതിവില്ല. ഒന്ന് പോ. അതെ, ആ ജിഗിർദന്താ ദൂത് ഓരോന്ന് പറഞ്ഞില്ലേ, എന്തിനാ കയറടിക്കുന്നത്? പേടിച്ചിട്ടാവൻ. ഇതൊന്ന് വെച്ച് നിന്നെ കരയിക്കും ഞാൻ. അഴിക്കില്ലടാ. നോക്ക് നോക്ക്, നീ അത് അഴിച്ചാലും എന്റെ മനസ്സ് മാറില്ല. സൂയിസൈഡ് ചെയ്തിരിക്കും ഞാൻ. എന്തിനാ ഇത്ര ധൃതി? ഇങ്ങനെ ഇഞ്ചിൻ ചായ ചാകുന്നതിന് ഒറ്റയടിക്ക് ചാവുന്നതാണ്. എന്നെ ആ കൂളുണ്ട്. ആട്ടെ, ആ പെണ്ണിനോട് മാധവൻ എന്ന് പറഞ്ഞിട്ട് എന്നെ കണ്ണുക്ക് കാണിച്ചില്ല. ഞാൻ മാധവൻ അല്ല എന്നർത്ഥം. പിന്നെ അങ്ങനെ കറക്റ്റ് ആയിട്ട് പയ്യന്റെ ഫോട്ടോ കാണിച്ച് മാധവൻ എന്ന് പറഞ്ഞു നീ. അതാ വല്യമ്മ ഫോട്ടോയും പിടിച്ച് വാവിട്ട് കരഞ്ഞില്ലേ എന്ന്. ഞാൻ എന്തിനാന്ന് ചോദിച്ചു. ഓടിപ്പോയ കുഞ്ഞുമാധവനെ ഓർത്ത് കരയുവാണെന്ന് പറഞ്ഞ് ആ പയ്യനെ കാട്ടി. ശരി. അപ്പോഴുണ്ട് ജഡ്ജി അകത്ത് വന്നു. ആ ഫോട്ടോ മേടിച്ച് എന്റെ തന്നിട്ട് കൊണ്ട് ഒളിച്ചു വെക്കാൻ പറഞ്ഞു. ഞാൻ കൊണ്ടുപോയത് ടെറസിൽ കൊണ്ട് ഒളിച്ചു വെച്ചു. ശരി. ആ താരയെ തള്ളിയിട്ട് കൊല്ലാൻ പോയപ്പോ കറക്റ്റ് ആയിട്ട് തിരിഞ്ഞു നോക്കിയല്ലോ. ആ ഫോട്ടോ അവളെ കാണിച്ച് ഞാനാണ് മാധവൻ എന്ന് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്തു. മുരുക എന്ന് പറഞ്ഞ് എന്നെ ഭയപ്പെടുത്തി ആ ജഡ്ജിയെ കൊല്ലുമെന്ന് പറഞ്ഞില്ലേ? ഇതുവരെ ശരി, വിട്, ഇന്ന് കൊല്ലാം. സത്യവാ? സത്യം. പ്രോമിസ്? രണ്ടും ഒന്നട കഴുതേ. നീ അവനെ കൊന്നില്ലെങ്കിൽ അവനെ ഞാൻ കൊല്ലൂടാ. ശരി, നിന്റെ ഇഷ്ടം. അതെ, അയാളെ എന്തിനു ഞാൻ കൊല്ലണം?
അയാൾ എന്റെ കൂടെ സഞ്ചരിച്ച് എന്റെ തലച്ചോറിന്റെ ഫ്രണ്ടായല്ലോ. എടാ ഒരു തമാശ പറഞ്ഞതാ, പുറത്താരോടും പറയല്ലേ. ചേച്ചാ ഞാൻ പറയില്ല, പക്ഷെ മുഴുവൻ റെക്കോർഡായല്ലോ. എവിടെ? ദോ അവിടെ. എന്താടാ മനുഷ്യൻ നിൽക്കുന്ന പോലെ നിൽക്കുന്നേ? അതിന്റെ ചുഹിങ്ങത്തിന്റെ ബാലൻസ് നിൽക്കുക. ഡേ നീ ഓരോ കാര്യവും ഒരു ലക്ഷ്യത്തോടെ ചെയ്തത്. ഞാൻ ആത്മഹത്യ ചെയ്യട്ടെ. ഞാൻ കെട്ടിക്കൊണ്ടിരിക്കുവല്ലേ. കെട്ടുന്നോ? അപ്പൊ ഇത്ര നേരം നീ കെട്ടടിക്കുമല്ലായിരുന്നു? എന്തിനഴിക്കണം? കയർ ലൂസായി നീ നീന്തിക്കറി രക്ഷപ്പെട്ടു വന്നാലോ, അതുകൊണ്ട് ടൈറ്റ് ചെയ്യുമായിരുന്നു. ഡേ നിക്കടാ, നിനക്ക് മനസാക്ഷി ഉണ്ടോടാ? പറയടാ, എന്താ എന്റെ കാലം തട്ടുന്നേ? ഡേ ഇതെപ്പോഴാണ് ചെയ്തത്? കല്ല് കെട്ടിയപ്പോ കാലും കെട്ടിയല്ലോ. വേഗം. ആടിയ ഒരിക്കലും രക്ഷപ്പെടില്ലല്ലോ. ആളെ കാണുന്നില്ലല്ലോ. ഏയ് എന്ത് ചെയ്യുവാ? വേണ്ട നാട് നിനക്ക്. അയ്യോ മടിയാവൂ. അയ്യപ്പാ ഒത്തിരി താഴ്ചയുണ്ട്. അയ്യോ രക്ഷിക്കടാ. അയ്യോ രക്ഷിക്കടാ. പോടാ. അയ്യോ അയ്യോ ആത്മഹത്യ ചെയ്യാൻ മോദിയാ വെറുതെ പറഞ്ഞതാണ്. വരൂ വന്ന് നോക്കൂ. വയറ്റിപ്പഴപ്പിന് വേണ്ടി ഒരാൾ തലയിലായി കിടക്കുന്നു. മായവല്ല മന്ത്രമല്ല. വരൂ കാശ് തരൂ. ദേക്കോ നോക്കി പടി. അല്ല മോളെ തെന്നി വീണതാ. കാശ് ഒരുപാട് കിട്ടിയോ? ഇവർക്ക് അങ്ങനെ അറിയാം. അതെങ്ങനെ കിട്ടിയെന്ന് നിങ്ങൾക്ക് അറിയാവോ? ഇല്ല മച്ചാ, ഞാൻ ഫോണിൽ ഷൂട്ട് ചെയ്തത് കാണിച്ച് അവർക്ക് ചിരിക്കാലോ. അവർക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. പോയി അവരോട് വാങ്ങിക്കരുത്. നീ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കാവടാ. മുരുകനാണ് സത്യം. രണ്ടു മുരുകന്മാരാണേലും സത്യമാ. അയ്യോ അത് കാണല്ലേ, എന്റെ മച്ചാ കുളിക്കുമ്പോ എടുത്തതാ. അയ്യോ അത് തുണിയിലായിരുന്നേ. ഇങ്ങിത്താ ഞാൻ കാണട്ടെ. ആണുങ്ങൾ കുളിക്കുന്ന കണ്ടിട്ടില്ലേ? ആണുങ്ങൾ വിളിക്കുന്ന കണ്ടിട്ടുണ്ട്, പക്ഷെ നീ വിളിക്കുന്ന ഇതിനകത്ത് കാണുന്നത്. അങ്ങോട്ട് പോയാൽ ലൈവായിട്ട് കാണിച്ചു തരാം. ഓഹോ വേണ്ട, പിന്നെ എനിക്ക് ഉറക്കം വരില്ല, മ്യൂസിക്കും വരില്ല. അതെ നീ മ്യൂസിക് ഇട്ട് കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് ഇളയരാജ ആകുകയല്ലേ. പോടാ. ഇപ്പൊ നീ എന്നെ ചെയ്തോണ്ടിരിക്കുക. ഇതാണോ? എന്താ പുച്ഛത്തോട് നോക്കിട്ട് പോന്നേ? എടാ ഇനി മുതൽ തോക്ക പോകുമ്പോ ഇതൊന്നും പേടിപ്പെടുത്തുന്നില്ല. നീ ഒരിക്കലും ജഡ്ജിയെ വെടിവെച്ച് കൊല്ലുകയില്ല. ആവശ്യമില്ല പേടിച്ച് ഞാനെന്തിനു ചാവണം? ബോറടിച്ച് പോയടാ. പോടാ. മച്ചാ നീ നോക്കിയിരുന്നോ? ഇനിയും ഒരു ദിവസത്തിനുള്ളിൽ ആ ജഡ്ജിനെ കൊന്നില്ലെങ്കിൽ പിന്നെ നീ കൊല്ലുമെന്ന് ഉറപ്പല്ലേ? എന്നാ പാല് പിടിക്ക. അയാൾ ആ റൂമിലുണ്ട്. പോയി നെറ്റിക്കിട്ടൊരു വെടി വെച്ചിട്ട് പാല് വായൊഴിച്ചു പോവാ. എല്ലാവരും വന്നതിന് ശേഷം ഞാൻ വരാം. എന്താ എന്നും അവൻ വരട്ടി ഞാൻ പേടിക്കും. ഇന്ന് ഞാൻ വരട്ടിയപ്പോ അവൻ പേടിച്ച് തലകുനിച്ച് പോയല്ലോ. അപ്പൊ ഇന്ന് മുതൽ അവനെ എങ്ങനെ ഇല്ല, ഇവൻ പേടിച്ചിട്ടില്ല. ഇവന്റെ അറസ്റ്റാ. നമ്മുടെ ഊഹം തെറ്റിപ്പോയി.